പത്തനംതിട്ട തണ്ണിത്തോട് ജനവാസ മേഖലയിൽ കല്ലാറിൽ കാട്ടാനകൾ ഇറങ്ങി. ഇന്ന് രാവിലെ 3 പ്രാവശ്യമാണ് കുട്ടിയാന അടങ്ങുന്ന സംഘം കല്ലാറിൽ എത്തിയത്. വേനലിന്റെ കാഠിന്യം കൂടാൻ തുടങ്ങിയതോടെ വെള്ളം കുടിക്കാൻ എത്തിയതാണെന്ന് വനം വകുപ്പ് പറയുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, വേനലിന്റെ കാഠിന്യം കൂടിയതുകൊണ്ട് തന്നെയാകാം ആനകൾ കൂട്ടത്തോടെ ഈ ജനവാസ മേഖലയിലേക്ക് അടക്കം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ആന കാട് കയറിയോ, അതോടൊപ്പം തന്നെ ജനങ്ങൾ ആശങ്കയിലാണോ? കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയും ഇന്നുമായിട്ടാണ് കുട്ടിയാന അടങ്ങുന്ന കാട്ടാനകളുടെ സംഘം ഈ കല്ലാറിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 3 പ്രാവശ്യം ഈ കാട്ടാനകൾ എത്തിയിരുന്നു. 3 പ്രാവശ്യവും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി കാട്ടിലേക്ക് തുരത്തി വിടുകയായിരുന്നു. എന്നാൽ ഉൾക്കാട്ടിലേക്ക് ആനകൾ പോയിട്ടില്ല. കല്ലാറിന്റെ തീരത്തുള്ള വനത്തിൽ തന്നെ ആന തുടരുന്നതിനാൽ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വനം വകുപ്പ് ഏർപ്പെടുത്തി വരികയാണ്. കാരണം ഈ കല്ലാറിന്റെ ഒരു ഭാഗത്തോട് ചേർന്നാണ് റോഡും ഒപ്പം അതിന് സമീപത്തായി ആളുകൾ താമസിക്കുന്ന സ്ഥലവുമുണ്ട്. നേരത്തെയൊക്കെ തന്നെ അതുവഴി ഈ കാട്ടാനകൾ വാഹനങ്ങളിൽ പോയവരെ ആക്രമിച്ച സംഭവമൊക്കെ ഉള്ളത് കൊണ്ട് വലിയ തരത്തിലുള്ള ജാഗ്രത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാലിക്കുകയാണ്. ഇന്ന് രാവിലെ എത്തിയ ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചെങ്കിലും ആന മടങ്ങി വനത്തിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് കടുവയുടെ ശബ്ദം പുറപ്പെടുവിച്ചാണ് അവയെ ഒന്ന് കാട്ടിലേക്ക് കയറ്റിവിട്ടത്. നേരത്തെ ഈ പ്രദേശത്ത് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖല കൂടിയായിരുന്നു. വളരെയധികം സമയങ്ങളിൽ ഇതുവഴി ആളുകൾ പോവുകയും ചെയ്യും. ഈ കുട്ടിയാന ഉൾപ്പെടെയുള്ള സംഘം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതിൽ അപകട സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയെ കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വാഹനങ്ങളിൽ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. ജനവാസ മേഖലയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രദേശത്ത് വിനോദസഞ്ചാരത്തിനായി ഈ കല്ലാറിലൂടെ ആളുകൾ കുട്ടവഞ്ചിയിലൂടെയൊക്കെ സവാരി നടത്തുമായിരുന്നു. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ കുട്ടവഞ്ച സവാരി തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. ഒപ്പം ഈ ഇത്തരത്തിൽ കാട്ടാനകളെ ശല്യമുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും കല്ലാറിന്റെ തീരത്ത് തുടരുകയാണ്. ഇന്ന് രാവിലെ 3 തവണയാണ് കാട്ടാനകൾ കൂട്ടത്തോടെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നലെയും ഇന്നുമായി നിരവധി പ്രാവശ്യം ഇറങ്ങി. ഇന്ന് രാവിലെ ഇതുവരെ 3 പ്രാവശ്യം വെള്ളം കുടിക്കുന്നതിനായി കാട്ടാന കൂട്ടം ഇവിടേക്ക് ഇറങ്ങി എന്നാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. കാരണം എത്രയധികം പ്രയത്നിച്ചിട്ടും ഇത് ഉൾവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നില്ല. കാരണം ഉൾവനത്തിലുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ വറ്റി വരണ്ട അവസ്ഥയിലാണ്. പച്ചപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കല്ലാറിന്റെ തീരത്ത് സ്വാഭാവികമായ വനമേഖല കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്ലാറിന്റെ തീരത്ത് ഇങ്ങനെ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്ത് ഇറങ്ങിയിരുന്നത് പിന്നീട് അത് സമീപത്തെ റോഡിലേക്ക് കയറി നിൽക്കുകയും അത് മണിക്കൂറുകളോളം സമയം അവിടുത്തെ ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിൽ വനം വകുപ്പിന്റെ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഒപ്പം ആ ഭാഗത്തേക്ക് കല്ലാറിലേക്ക് ആളുകൾ ഇറങ്ങുന്നതിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ കാട്ടാനകൾ മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളും ഈ മേഖലയിലേക്ക് വെള്ളം തേടി എത്താനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ മുതലാണ് ഇങ്ങനെ കാട്ടാനക്കൂട്ടം നിരവധി പ്രാവശ്യമായി ഈ കല്ലാറിന്റെ ഈ പ്രദേശത്ത് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ജനവാസ മേഖലയിൽ എത്താതിരിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൃന്ദ. ശരി, ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.